നിരന്തരം അവരെ നഗരസഭയാണെങ്കിലും പോലീസാണെങ്കിലും അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടിലാണ്. എത്രയും പെട്ടെന്ന് ലൈസൻസ് തരാനുള്ള നടപടി സ്വീകരിക്കണം മുനിസിപ്പാലിറ്റി. ഏകദേശം 2 കൊല്ലം മുമ്പ് പെരിന്തൽമണ്ണ നഗരസഭയുടെ നേതൃത്വത്തിൽ സർവേ നടന്നിട്ടുണ്ട്. ആ സർവേ ഇപ്പോഴും മേശപ്പുറത്ത് അല്ലെങ്കിൽ അൾമറയിൽ വെച്ച് പൂട്ടിക്കിടക്കുകയാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. നഗരത്തിലെ വഴിയോര കച്ചവടക്കാർക്ക് ലൈസൻസ് അനുവദിക്കുക, കച്ചവട സുരക്ഷ ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 27-ന് പെരിന്തൽമണ്ണ നഗരസഭയുടെ മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. പെരിന്തൽമണ്ണ നഗരത്തിൽ നിരവധി വഴിയോര കച്ചവടക്കാരാണ് ജീവിതം വഴിമുട്ടാതിരിക്കാനുള്ള ഉപജീവന മാർഗങ്ങൾ തേടുന്നത്. വിവിധ ഉൽപ്പന്നങ്ങൾ കച്ചവടം നടത്തുന്ന ഇവർ റോഡരികുകളിൽ യാതൊരുവിധ ഗതാഗത കുരുക്കുകളും സൃഷ്ടിക്കാതെയാണ് അവരുടെ കുടുംബം മുന്നോട്ടു പോകാൻ പെടാപ്പാട് പെടുന്നത്. നഗരസഭയുടെ മുഴുവൻ പ്രോട്ടോക്കോളും പാലിച്ച് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ ഇവർക്കായി അധികാരികളുടെ ഭാഗത്തു നിന്നും ഒരു പിന്തുണയും ലഭിക്കുന്നില്ല എന്നതാണ് വഴിയോര കച്ചവടക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പെരിന്തൽമണ്ണയിൽ ഓട്ടോ ഓടുന്ന ഒരു തൊഴിലാളിയാണ് ഞാൻ. എൻ്റെ അഭിപ്രായത്തിൽ ഇതേവരെ ഒരു വഴിയോര കച്ചവടക്കാരും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും നാട്ടുകാർക്കോ മറ്റോ ഇല്ല എന്നാണ് എൻ്റെ ഒരു പൊതുവായ അഭിപ്രായം. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ടത് നഗരസഭയുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അവരെ വേണ്ട രീതിയിൽ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് അധികൃതരോട് എനിക്ക് പറയാനുള്ളത്. നഗരസഭകളിലെയും കോർപ്പറേഷനുകളിലെയും ചില പഞ്ചായത്തുകളിലെയും വഴിയോര കച്ചവടക്കാർക്ക് ലൈസൻസ് അനുവദിക്കണമെന്ന് സുപ്രീം കോടതി വിധി വന്നിട്ടും പെരിന്തൽമണ്ണയിൽ കച്ചവടം നടത്തുന്നവർക്ക് ലൈസൻസ് അനുവദിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ നഗരസഭ അധികൃതർ ശ്രമിക്കുന്നില്ല എന്നതാണ് വസ്തുത. ലൈസൻസ് തരാണ്ട് കുറെ വാഗ്ദാനങ്ങൾ ചെയ്തിരുന്നു, ലൈസൻസും കിട്ടിയിട്ടില്ല. അങ്ങനെ ബുദ്ധിമുട്ടിലാണ്. എത്രയും പെട്ടെന്ന് ലൈസൻസ് തരാനുള്ള നടപടി സ്വീകരിക്കണം മുനിസിപ്പാലിറ്റി. 2 വർഷങ്ങൾക്ക് മുൻപ് നഗരസഭയുടെ നേതൃത്വത്തിൽ സർവേ നടത്തിയെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഇവർക്ക് ലൈസൻസ് ഇല്ലാത്തതിന്റെ പേരിൽ ബാങ്ക് ലോൺ പോലും അനുവദിക്കാത്ത അവസ്ഥയാണ്. ഇതിന്റെയെല്ലാം അടിസ്ഥാനത്തിലാണ് സെപ്റ്റംബർ 27-ന് സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് മുൻപിൽ വഴിയോര കച്ചവടക്കാർ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത്. വഴിയോര കച്ചവടക്കാർക്ക് ലൈസൻസ് അനുവദിക്കുക, സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരത്തിന്റെ ഭാഗമായി ഉന്നയിക്കുമെന്ന് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് പറഞ്ഞു. നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ചില പഞ്ചായത്തുകളിലും അത് ഓർഡർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചില പഞ്ചായത്തുകളിലും കച്ചവടക്കാർക്ക് ലൈസൻസ് കൊടുക്കണം എന്ന് സുപ്രീം കോടതി വിധി നിലനിൽക്കെ ഏകദേശം 2 കൊല്ലം മുമ്പ് പെരിന്തൽമണ്ണ നഗരസഭയുടെ നേതൃത്വത്തിൽ സർവേ നടന്നിട്ടുണ്ട്. ആ സർവേ ഇപ്പോഴും മേശപ്പുറത്ത് അല്ലെങ്കിൽ അൾമറയിൽ വെച്ച് പൂട്ടിക്കിടക്കുകയാണ്. അത് വെളിച്ചം കാണാതെ കിടക്കുകയാണ്. അവർക്ക് ആ ലൈസൻസ്, അവരുടെ കാർഡ് അനുവദിച്ചു കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഈ സമരം. ഒപ്പം തന്നെ നിരന്തരം അവരെ നഗരസഭയാണെങ്കിലും പോലീസാണെങ്കിലും അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വഴിയോരത്ത് അവർ ഉപജീവനം നടത്തുന്നത് നഗരസഭയുടെ പ്രോട്ടോകോൾ, ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് അവർ കച്ചവടം നടത്തുന്നത്. വഴിയോര കച്ചവടക്കാർ നേരിടുന്ന പ്രതിസന്ധികൾക്ക് ഒരു പരിധിവരെ അറുതി വരുത്തണമെന്നും അല്ലാത്ത പക്ഷം എല്ലാ തൊഴിലാളി സംഘടനകളെയും സംയോജിപ്പിച്ച് നഗരസഭ സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള ശക്തമായ സമര നടപടികളിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പൊ ഏതൊരു പ്രശ്നം വന്നാലും ആദ്യം അവരെ നേരക്കാണ് തിരിയുക, വഴിയോര തൊഴിലാളികളുടെ നേരക്കാണ് ഈ അധികാരികൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊരു അറുതി വരുത്തണം എന്നുകൂടി ഇതിന്റെ സമരത്തിന്റെ ഭാഗമായിട്ട് ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. അത് നഗരസഭയിൽ ഇന്ന് ആ ഡിമാൻഡ് നോട്ടീസ് കൊടുക്കുന്നുണ്ട്. വെള്ളിയാഴ്ച എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ ഭരണസമിതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഈ ഒരു സമരം വഴിയോര തൊഴിലാളി യൂണിയൻ STUവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘടന സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അടിയന്തരമായിട്ട് അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ രീതിയിൽ നഗരസഭ സമീപിക്കുന്ന ഉൾപ്പെടെയുള്ള വലിയ രീതിയിൽ മറ്റു സംഘടനകൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രബലമായ സംഘടന CIT ആണ്, അവരെ കൂടി അവരുടെ തൊഴിലാളികളെ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സമരങ്ങൾ നഗരസഭയ്ക്ക് മുമ്പിൽ ഉണ്ടാവും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാം. നഗരത്തിനോ യാത്രക്കാർക്കോ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെ ഉപജീവനം നടത്തുന്ന ഇവർക്കായി നഗരസഭ അധികാരികളുടെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വഴിയോര കച്ചവടക്കാർ. ചാനൽ 10
പെരിന്തൽമണ്ണ. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.